നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന തവ ചിക്കനാണ് വീടുകളിൽ. ഞാൻ തവ എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ ചെറുതായിട്ട് ഒതുക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഒരു സബോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ആയതിന് ശേഷം കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തേക്കാം നമുക്ക് ഇതിനോട് കൂടി തന്നെ. അത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് മസാല നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മൾ ചിക്കൻ മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇത്രയും നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ആകാൻ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിനെ വെള്ളം വറ്റാൻ വേണ്ടി നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വെള്ളം വറ്റാൻ ഒന്നും കൂടെ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ നമുക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് നമുക്കെടുക്കാം. നിങ്ങൾക്കിത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കത് സ്പൂണ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അത് പക്ക ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കഴിച്ച് നോക്കാം കേട്ടോ, അടിപൊളി രുചിയാണ് കേട്ടോ. നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് കറിയും ഉണ്ടാക്കും, ഫ്രൈയും ചെയ്യും. പക്ഷെ നമ്മൾ തവ വെച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന അപൂർവമാണ്. അപ്പം ഇത് ചെറിയൊരു റെസിപ്പിയിൽ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ചെയ്യാവുന്നൊരു രീതിയാണ്. നിങ്ങളത് വീടുകളിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സീക്രട്ട് സ്പൈസസ് നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. എന്തിനാണെന്നില്ല, ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസുകളിലൊന്ന് ഐറ്റങ്ങളാണിത്. ഓക്കെ, ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് മിക്സ് ആക്കണം. ഇനി നമ്മൾ ഈ ഇട്ടിരിക്കുന്ന സ്പൈസസുകൾ, അതായത് ഫ്ലേവർ സ്പൈസസുകൾ എല്ലാ ഭാഗങ്ങളിലും എത്തുവാൻ വേണ്ടി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല സ്പൈസസ് ഒക്കെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. നമ്മളിതിനെ 2 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്തതിന് ശേഷം അത് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മുടെ ചിക്കൻ തവ ഡ്രൈ ആയിട്ടുണ്ട്. ഇവരെ നമുക്ക് ഒരു അടിപൊളി പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനകത്ത് നമ്മൾ ആ ചിക്കൻ വെച്ചപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അതിനകത്ത് നമ്മളിട്ടിരിക്കുന്ന സബോളയോ തേങ്ങാക്കൊത്തോ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എല്ലാം ചിക്കനിൽ പൊതിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മുടെ ചിക്കൻ തവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് കുമാർ. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.